ഖസബ കണ്ടോ. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ആൾക്കാർ നാട്ടിലെപ്പോലെ ചെറിയ ബോട്ടൊക്കെ ഉണ്ട് സവാരിക്കൊക്കെ. അപ്പോൾ അതൊക്കെ സീസണൊക്കെ തുടങ്ങിയോ? ഓൾറെഡി തുടങ്ങി. ദുബായിൽ വീക്കെൻഡൊക്കെ ആയത് കാരണം പിള്ളേരൊക്കെ ഇവിടെ സൈക്കിൾ ചവിട്ടാനും ഓരോ സംഭവത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ മിസ് ചെയ്ത് കാരണം ഒന്നും പറയാനും പറ്റുന്നില്ല. ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് ചെറിയ ചമ്മലൊക്കെ വരുന്നുണ്ട്. ഇപ്പം എന്നെ ഒരു കൊച്ചു കൊണ്ടുപോയാൽ ഞാൻ വീഡിയോയിലേക്ക് ക്യാമറയിലേക്ക് നോക്കി സംസാരിച്ചുകൊണ്ട് വന്നത്. കൊച്ചിൻ്റെ സൈക്കിളിൻ്റെ ബെല്ല് ഞാൻ കേട്ടില്ല. എൻ്റെ സൈക്കിളിൻ്റെ വ്യൂ കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ഇപ്പം ഞാൻ നടന്നു വരുന്ന എവിടെയാണ്. എൻ്റെ ക്യാമറ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത്ര അടിപൊളി ക്യാമറ ആയതുകൊണ്ടും ഫോണും അടിപൊളി ആയതുകൊണ്ടും ഇത്രയൊക്കെ ക്ലാരിറ്റി പ്രതീക്ഷ മതി. ശരിക്കും ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടേക്ക് ഇങ്ങനെ കുറേ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നടന്നു പോകാനുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് നല്ല തിരക്കാണ്. വീക്കെൻഡ് അല്ലേ, ഫ്രൈഡേ ആയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഓഫാണല്ലോ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് പുറത്തേക്കൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ചില്ലാനായിട്ട് വരും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെയാണ് നടക്കുന്നത്. ബ്രിഡ്ജിൻ്റെ ഇവിടെ ഒരു ഇതുണ്ട്. ബ്രിഡ്ജിൻ്റെ ഈ സൈഡ് ഇങ്ങനെ എനിക്ക് എന്തോപോലെ തോന്നുന്നു എന്നെ ക്യാമറയിൽ കണ്ടു. മലയാളീസ് വന്നു. അപ്പോൾ എനിക്ക് ചമ്മൽ വന്നു. ഞാൻ വീഡിയോ കട്ട് ചെയ്തു. ബിക്കോസ് അവരെന്തേ വല്ലാണ്ട് നമ്മളും ഒരു മലയാളീസ് ആണെന്നുള്ളൊരു നോട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ വന്നപ്പോഴത്തേക്ക് വെരി ഷൈവാന്ന് തോന്നുന്നത്. ഒരു 2 മലയാളീസിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ചമ്മലായിട്ട് ഞാനത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നോക്കുമ്പോൾ ഒരു കൂട്ടം മല്ലൂസ്. സോ വെരി പിന്നെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഷൈ ആയി. നമ്മളൊരു മലയാളി അല്ലേ എന്നുള്ളൊരു നോട്ടുണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാനിങ്ങനെ ബ്രിഡ്ജൊക്കെ ഇറങ്ങി. മിക്കവാറും ഒരു ചായ കുടിക്കാനുള്ള വീഡിയോ ഇതിപ്പം എത്ര ഷോർട്സിൽ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഐ ഹോപ്പ് നിങ്ങൾക്ക് ബോറടിക്കില്ലെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് ഇതെല്ലാം കാണിക്കണമെന്നുണ്ട് ഫുൾ ആൻഡ് ഫുള്ള്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മേലേക്ക് കുറേ ലൈറ്റ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവരോട് സംസാരിച്ച് കൊടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കണമെന്ന് വിചാരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഓൺ വോയിസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്കും അത്ര ഒരു ചമ്മലൊന്നും തോന്നുന്നില്ല. കാണുന്നവരും അങ്ങനെ വിചാരിച്ചോളും. സോ ദിസ് ഇസ് ഇവിടെ നിന്നാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. ഞാൻ മുന്നേ കാണിച്ചിരുന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. കേട്ടോ,